പത്തനംതിട്ടയുടെ സദസ്സിനെ പ്രകമ്പനം കൊള്ളിച്ച വാക്കുകൾ അവിടെ പങ്കെടുത്ത ഓരോ വ്യക്തികൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലാണ് അദ്ദേഹം ആ 86-90 വയസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹം ഇബാദത്തുകളിൽ വിശ്വാസത്തിൽ ഉറച്ച നിലപാടും ഇബാദത്തുകൾ ലാഭകളില്ലാതെ അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിയുന്ന അവസ്ഥകളിലൂടെ സഞ്ചരിക്കുന്നു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി കണ്ടു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ സാലിഹ് ഉസ്താദിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാനും അദ്ദേഹം ആ സദസ്സിൽ വെച്ച് തന്നെ ദുആ ചെയ്യുകയും ചെയ്തിട്ട് പാടിൽ മുന്നോട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുക. മൂന്നാമതായി അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക്, ഈമാനും ഇബാദത്തുകൾ മാത്രം പോരാ, മുആമലാത്ത് ശരിയായിരിക്കണം. മനുഷ്യരുടെ ഇടയിൽ പ്രവാചകന്റെ ചില ഹദീസുകൾ അദ്ദേഹം അവിടെ കൊണ്ടുവന്നു. ദാഹിച്ചു വലഞ്ഞ ഒരു നായയ്ക്ക് വെള്ളം കൊടുത്ത ചരിത്രം അദ്ദേഹം പറഞ്ഞു. ഒരു മോശക്കാരിയായ ഒരു പെണ്ണ് ദാഹിച്ചു വലഞ്ഞു കിടക്കുന്ന ആ നായയെ കണ്ടിട്ട് തൻ്റെ ഷാള് ഊരിയെടുത്ത് തൻ്റെ ഷൂസിൽ കെട്ടിയിട്ട് കിണറ്റിലേക്ക് ഇറക്കിയതും ഇത് തന്നെയാണ്. ഏത് കഷ്ടപ്പാടിൽ കഴിയുന്നവൻ, അവൻ ഹൈന്ദവനാകട്ടെ, അവൻ ക്രൈസ്തവനാകട്ടെ, അവൻ ജൂതനാകട്ടെ, അവൻ മുസ്ലിം ആകട്ടെ, ഏതൊരാൾക്കൊരു വിപത്ത് വരുമ്പോ ആ വിപത്തിൽ ഓടിയെടുത്തിട്ട് അവനോട് കരുണയോടെ സമീപനം സ്വീകരിക്കണം എന്ന് അദ്ദേഹം ആ സദസ്സിൽ ആഹ്വാനം ചെയ്ത് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടല്ലേ അദ്ദേഹത്തിന്റെ യാത്രകൾ വിവരിച്ചു. അതിൻ്റെ ഇടയിൽ അദ്ദേഹം പറയാണ്, ഞാൻ കേരളത്തിലേക്ക് വരുമ്പോ അവിടെ 1,45,00,000 രൂപയുടെ സ്കോളർഷിപ്പിന്റെ 100 കുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് വിതരണത്തിന്റെ പ്രവർത്തനത്തിൽ നിൽക്കുന്ന പ്രവർത്തകരോട് അത് മുസ്ലിമീങ്ങൾ മാത്രമാണോ എന്ന് ചോദിച്ചപ്പോ ആ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞത്, മഹാനവറുകൾ പറയുകയാണ്, പകുതി മുസ്ലിമിനും പകുതി അമുസ്ലിമിനും ഉള്ളതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ജംഇയ്യത്തുൽ ഉലമാഇ ഹിന്ദിന്റെ വിശാലമായ കരുണയുടെ പ്രവർത്തനം, ഇടയ്ക്ക് ആരോ ഓഫീസർ ചോദിച്ചതുപോലെ നമ്മുടെ ഒരു പ്രവർത്തകനോട് ചോദിച്ചെന്നാണ് ഞാൻ അറിയാൻ കഴിയുന്നത്.